ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യാണ് കാണിക്കുന്നത്. ഇതേപോലെ ബാക്ക് വശത്തിൻ്റെയും സെൻറ്റർ ഭാഗം, അതായത് ബോഡി ഭാഗം അറ്റാച്ച് ചെയ്യുക. അടുത്തത് ഫ്രണ്ട് ഭാഗത്ത് ഒരു എക്സ്ട്രാ പീസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അപ്പം ബോഡിക്ക് വെച്ച അതേ മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടെ പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് തിരിച്ചിട്ട് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 സ്റ്റിച്ച് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആ ഒരു പീസിൻ്റെ താഴെ ഭാഗത്ത് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പീസ് താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കരഭാഗമായതുകൊണ്ട് ഒരു മടക്ക് മടക്കിയാൽ മതി. ഇനി അത് സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. വെക്കേണ്ട പീസിൻ്റെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് ഇനി പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കൂടെ ഒന്ന്
വെറുതെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ആ ഒരു പീസ് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കും അതേപോലെ സ്ലീവിൻ്റെ അവിടെയും സൈഡ് ഭാഗത്തും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് നെക്കിനുള്ള പീസാണ്. നെക്കിനും അതേപോലെ സ്ലീവിനും വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ലീവില്ല, ആം ഹോളിൻ്റെ അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ബാക്ക് വശത്തിൻ്റെയും അതേപോലെ ഫ്രണ്ട് വശത്തിൻ്റെയും നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാക്ക് വശത്തിന് ഉള്ളിലേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷേ ഫ്രണ്ട് ഭാഗത്ത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഇവിടെ ആദ്യം ബാക്ക് വശമാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ബാക്ക് വശത്തിൻ്റെ നെക്ക് അവസാനം ഫിനിഷ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഫ്രണ്ട് ഭാഗം നോക്കാം. ഇവിടെ നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് വേണം നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് വി കട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കട്ടോ കൊടുത്ത് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേർവ് ആയിട്ടുള്ള നെക്ക് ഭാഗമായാലും എന്ത് ഭാഗമാണെങ്കിലും കേർവ് ഷേപ്പ് വരുമ്പോൾ ഒരു കട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അടുത്തത് ഷോൾഡർ ജോയിൻ്റ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് വശത്തിൻ്റെ നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഹൂക്സിന് വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. അപ്പം അതൊന്ന് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് റൈറ്റ് സൈഡ് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ലീവിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിനാക്കിയതുപോലെ തന്നെ നല്ല വശത്ത് വരുന്ന പോലെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് നല്ല വശത്തേക്ക് മടക്കി വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു വശത്തെയും സ്ലീവ് തുന്നിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലീവ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി രണ്ട് ഭാഗവും ജോയിൻ ചെയ്തെടുക്കുക. അടുത്തത് പ്ലീറ്റ് വെക്കേണ്ട ഒരു പീസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം മടക്കി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗത്ത് റൗണ്ടായി വെച്ച് കൊടുക്കേണ്ടതുണ്ട്.
പ്ലേറ്റ് വെക്കുന്ന പീസിൻ്റെയും അതേപോലെ മെയിൻ പീസിൻ്റെയും താഴത്തെ ഭാഗത്ത് വി കട്ട് കൊടുത്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വേണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും ഒരു പീസ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ മറക്കണ്ട. ബാക്ക് വശത്തിൻ്റെയും ഫ്രണ്ട് വശത്തിൻ്റെയും ഫോട്ടോ ഫൈനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.